ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിട്ടാണ്. അതായത് നമ്മുടെ ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മേജറായിട്ട് പറയുകയാണെങ്കിൽ ഈ 2025-26 നടന്നിട്ടുള്ള അപ്പോയിൻമെന്റ്സ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ CCയിൽ നിന്നും പഠിച്ച് നമ്മുടെ കേരളത്തിന്റെ വിവിധ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന കുട്ടികളാണ് ഇവര്. അപ്പോൾ ഇതിലൊരാളായിട്ട് നിങ്ങൾക്കും മാറണ്ടേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ 2025-26 അപ്പോയിന്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ MD ആൻഡ് CEO ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക്? അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കില് MD ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അശോക് ചന്ദ്ര, വിനോദ് കുമാർ, രാഹുൽ ബാവെ, മഹേഷ് മുരളീധർ പൈ. അപ്പോൾ നമ്മൾ പറഞ്ഞു MD ആൻഡ് CEO ആണ് അല്ലെ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഏത് ബാങ്കിലെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിലെയാണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്കിലെയാണ്. അപ്പോൾ ആരാണ് MD ആൻഡ് CEO ആയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അപ്പോയിന്റഡ് ആയിട്ടുള്ളത്? ഓർത്തിരിക്കുക. ആരാണ് വരുന്നത്? നമ്മുടെ അശോക് ചന്ദ്രയാണ് കേട്ടോ. ആരാണ്? അശോക് ചന്ദ്രയാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് റോൾ എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് കാനറ ബാങ്ക്. അദ്ദേഹം നേരത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു കാനറ ബാങ്കില്. അദ്ദേഹത്തിന്റെ പ്രെഡിസിസർ, അദ്ദേഹത്തിന്റെ മുൻഗാമി എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ആരാണ്? അതുൽ കുമാർ ഗോയൽ ആണ് കേട്ടോ. ആരാണ്? അതുൽ കുമാർ ഗോയൽ ആണ് എന്ന കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുൽ കുമാർ ഗോയൽ ആണ്. അദ്ദേഹത്തിന്റെ ടേം ലെങ്ത് എന്ന് പറയുന്നത് എത്ര വർഷമാണ് വരുന്നത്? 3 വർഷമാണ് കേട്ടോ വരുന്നത്. എത്രയാണ് അദ്ദേഹത്തിന്റെ ടേം ലെങ്ത് എന്ന് പറയുന്നത്? എത്രയാണ്? 3 വർഷമാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? MD ആൻഡ് CEO ഏത് ബാങ്കിന്റെ ആണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആണ് എന്ന കാര്യം ഓർക്കുക. ആരാണ്? അശോക് ചന്ദ്രയാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? ഹു അസ്യൂംഡ് ചാർജ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് ഇന്ത്യൻ ബാങ്ക് ഇൻ ജാനുവരി 2025? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ജനുവരി 2025 മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ട് എവിടെയാണ്? ഇന്ത്യൻ ബാങ്ക് അല്ലെ? ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പഠിച്ചോളുക. ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ. ആരാണ് വരുന്നത്? വിനോദ് കുമാർ ശുക്ലയാണ് എന്ന കാര്യം ഒന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു അസ്യൂംഡ് ചാർജ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് ഇന്ത്യൻ ബാങ്ക് ഇൻ ജനുവരി 2025? ജനുവരി 2025 MD ആൻഡ് CEO ആയിട്ട് നിയമിതനായത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ബാങ്കിലാണ്? ഓർത്തിരിക്കുക, ഇന്ത്യൻ ബാങ്കിലാണ് കേട്ടോ. ഏത് ബാങ്കിലാണ് വരുന്നത്? ഇന്ത്യൻ ബാങ്കിലാണ് എന്ന കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യൻ ബാങ്കിലാണ് വരുന്നത്. മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ആശിഷ് പാണ്ഡെ, വിനോദ് കുമാർ, കല്യാൺ കുമാർ, MV റാവു. അപ്പൊ ഇതിൽ ആരാണ് വരുന്നത് എന്നൊന്ന് പഠിച്ചു വെച്ചോളുക. ആരാണ് വരുന്നത്? ഓർത്തിരിക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? വിനോദ് കുമാർ ആണ് കേട്ടോ. ആരാണ് വരുന്നത്? വിനോദ് കുമാർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഡേറ്റ് നോക്കാം. എന്നാണ് അപ്പോയിന്റഡ് ആയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ജനുവരി 16, 2025 അദ്ദേഹം നിയമിതനായത് എന്നോർക്കുക. അതുപോലെ അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ഈ സ്ഥാനത്തുണ്ടായിരുന്നത് ആരാണ്? ശാന്തിലാൽ ജെയിൻ ആണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. ഓക്കെ, അതുപോലെ ഇദ്ദേഹത്തിന്റെ ടേം എന്ന് പറയുന്നത് എത്ര വർഷമാണ് കാലാവധി വരുന്നത്? 3 വർഷമാണ് വരുന്നത്. അതുപോലെ പ്രീവിയസ് റോൾ എന്തായിരുന്നു? അദ്ദേഹം നേരത്തെ എന്താണ് വഹിച്ചിരുന്നത്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിലെ എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ടുക്ക് ചാർജ് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അപ്പോൾ RBI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് അല്ലെ, ഓർത്തിരിക്കുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എവിടത്തെയാണ് ചോദിച്ചേക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പൂനം ഗുപ്ത, ഉഷ ജാനകിരാമൻ, ഇന്ദ്രാണി ഭട്ടാചാര്യ, അജയ് സേത്ത്. അപ്പൊ ഇതിൽ ആരാണ് നമ്മുടെ RBI റിലേറ്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റഡ് ആയത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓർത്തിരിക്കുക, ഏതാണ്? ഉഷ ജാനകിരാമനാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? ഉഷ ജാനകിരാമനാണ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മള് ഓർക്കേണ്ടത് എന്നാണ് അപ്പോയിന്റഡ് ആയത് എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. December 1, 2025 അല്ലെ, 2025 നടന്ന ഒരു നിയമനാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എവിടെയാണ് അപ്പോയിന്റഡ് ആയത് എന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലേ, RBIയിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, RBI റിലേറ്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ ന്യൂ ഡെസിഗ്നേഷൻ ആരായിട്ടാണ് നിയമിതയായത്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടാണ്, ED ആയിട്ടാണ് നിയമിതയായത് അല്ലേ. നമ്മൾ പറഞ്ഞു December 1, 2025 നിയമിതയായത് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ പ്രീവിയസ് റോൾ എന്തായിരുന്നു? നേരത്തെ എന്തായിരുന്നു? ചീഫ് ജനറൽ മാനേജർ ഇൻ ചാർജ്. എവിടെയായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെഗുലേഷൻ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഉഷ ജാനകിരാമനാണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹേഷ് മുരളീധർ പൈ വാസ് appointed as the MD and CEO of which banking institution? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? മഹേഷ് മുരളീധർ പൈനെ കുറിച്ചിട്ടാണ് അല്ലെ. ആരാണ്? മഹേഷ് മുരളീധർ പൈനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മഹേഷ് മുരളീധർ പൈ MD and CEO ആണ്. അത് ഏത് ബാങ്കിന്റെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, RBL ബാങ്ക്. അപ്പോൾ ഏത് ബാങ്കിലാണ് നമ്മുടെ മഹേഷ് മുരളീധർ പൈ MD and CEO ആയിട്ട് അപ്പോയിന്റഡ് ആയത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക എവിടെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എവിടെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് നമ്മുടെ മഹേഷ് മുരളീധർ പൈ നിയമിതനായത് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് എന്ന കാര്യം. അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? നമ്മൾ പറഞ്ഞു MD and CEO ആണ് അല്ലെ. മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അല്ലെ. MD and CEO ആണ് എന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ ടേം വരുന്ന എത്രയാണ്? 3 വർഷമാണ് അല്ലെ. 3 വർഷമാണ് എന്ന കാര്യം ഓർക്കുക. അദ്ദേഹം എന്നാണ് അപ്പോയിന്റഡ് ആയത് എന്ന കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. October 1, 2026 അല്ലെ. October 1, 2026 എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തോളുക. അദ്ദേഹത്തിന് മുമ്പ് ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ആരാണ്? PR ശേഷാദ്രിയാണ് എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ആശിഷ് പാണ്ഡെ ആസ് ദ MD and CEO ഓഫ് വിച്ച് പബ്ലിക് സെക്ടർ ബാങ്ക്? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്? ആശിഷ് പാണ്ഡെയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കുക ഏത് ബാങ്കിലാണ് എന്ന കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആശിഷ് പാണ്ഡെ MD and CEO ആണ്. ഏത് ബാങ്കിന്റെയാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്. അപ്പൊ ഇതിൽ ഏത് ബാങ്കിന്റെയാണ് വരിക? ഓർത്തിരിക്കുക, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ന കാര്യം പഠിച്ചു വെക്കുക. അപ്പൊ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ MD and CEO ആരാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ആശിഷ് പാണ്ഡെ ആണ് കേട്ടോ. ഓക്കെ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം MD and CEO ആയിട്ടാണ് അപ്പോയിന്റഡ് ആയത്, ഓർത്തിരിക്കുക. അതുപോലെ അദ്ദേഹം ചാർജ് ഏറ്റെടുത്തത് എന്നാണ്? September 30, 2025 എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോളുക. അതുപോലെ ഇദ്ദേഹത്തിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് എ ഫിക്സഡ് പീരീഡ് ഓഫ് 3 years ആണ് അല്ലെ. നമുക്കറിയാം 3 വർഷമാണ് അല്ലെ ടെന്യൂർ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who was appointed as the Deputy Governor of the Reserve Bank of India in May 2026 succeeding T. Ravi Shankar? അപ്പോ RBI റിലേറ്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഡെപ്യൂട്ടി ഗവർണർ ആണ് അല്ലെ. ആരാണ് ചോദിച്ചിരിക്കുന്നത്? ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. രോഹിത് ജെയിൻ, രവിശങ്കർ, ഗൺവീർ സിംഗ്, ശ്രീഷ് ചന്ദ്ര മുർമു. അപ്പൊ ഇതിൽ ആരാണ് വരിക? ഓർത്തിരിക്കുക രോഹിത് ജെയിൻ ആണ് കേട്ടോ നമ്മുടെ ഡെപ്യൂട്ടി
ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? RBIയിലെ രോഹിത് ജെയിൻ ആണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക. അതുപോലെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് ആര്? രോഹിത് ജെയിൻ എന്ന് പറഞ്ഞു. അതുപോലെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് May 3, 2026 ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. 2026 May 3 നിയമിതനായത്. ഇദ്ദേഹത്തിന്റെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണ് വരുന്നത്. അതുപോലെ പ്രീവിയസ് റോൾ എന്തായിരുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറ്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു കേട്ടോ. ഓക്കെ, ED ആയിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പോൾ നമ്മൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട പൊസിഷൻസ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളുടെ എക്സാമിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അതിൽ നമ്മൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് അതുപോലെ തന്നെ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ കാണുക കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ CSEBക്ക് ആയിട്ട് ഒരു 3 മാസത്തെ അതുപോലെ തന്നെ 6 മാസത്തേക്ക് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മികച്ച മെന്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.